ഗും ഗുരുഭ്യോ നമഃ. ഏവർക്കും പ്രണാമം. നമുക്ക് ശ്രീ വാൽമീകി രാമായണത്തിലേക്ക് തന്നെ മടങ്ങാം. വിഷമിക്കുന്ന രാക്ഷസ ശ്രേഷ്ഠനെ കണ്ട ഭഗവാൻ ശ്രീരാമചന്ദ്രൻ മധ്യാഹ്ന തുല്യമായൊരു സായകം, ബ്രഹ്മദണ്ഡത്തിനും അന്തകദണ്ഡത്തിനും തുല്യമായ സായകം, മൂർച്ചയേറിയതും സ്വർണം കെട്ടിയതും വായുവേഗമാർന്നതും അരിഷ്ടതവുമായ ഐന്ദ്രം എന്ന സായകം ഖോദണ്ഡത്തിൽ അണച്ചു. മാറ്റേറിയ തങ്കം കൊണ്ട് കെട്ടിയ സൂര്യാഗ്നി സദൃശ തേജസാർന്ന ദേവേന്ദ്രൻ്റെ വജ്രാശനി തുല്യം വേഗശക്തികളുള്ള അമോഘശരം ആ കർണാന്തം വലിച്ച് പുരുഷോത്തമൻ നിശാചരൻ്റെ നേരിട്ടയച്ചു. രഘുവരൻ്റെ തൃക്കൈയിൽ നിന്നും പുറപ്പെട്ട ബാണം 10 ദിക്കുകളെയും പ്രകാശിപ്പിച്ച് ധൂമാവൃതമായ അഗ്നിയെപ്പോലെ എരിഞ്ഞു കത്തിക്കൊണ്ട് ശക്രാശനി വീര്യപരാക്രമത്തോടെ പോയി. ഏറ്റവും വലിയ ശൃംഗം പോലെയുള്ളതും ഉഗ്രദംഷ്ട്രകൾ വ്യക്തമായി കാണുന്നതും മനോഹര കുണ്ഡലങ്ങൾ പോയതും ഇന്ദ്രാരിയായ വൃതാസുരൻ്റേതുപോലെയുള്ളതുമായ കുംഭകർണ ശിരസ് ഭൂമിയിൽ പതിച്ച് പിരണ്ടു. കുണ്ഡലങ്ങളില്ലാത്ത രാക്ഷസവര മൗലി പ്രഭാതത്തിൽ സൂര്യോദയത്തിൽ ആകാശമധ്യത്തിലെ ചന്ദ്രനെ പോലെ രണതലത്തിൽ കിടക്കുന്നത് കണ്ണിമ വെട്ടാതെ ഏവരും നോക്കി നിന്നു. ശ്രീരാമശരമേറ്റ് മുറിഞ്ഞു വീണ ആ വൻതല ശൈലതുല്യം വീണപ്പോൾ രാജപാദപ്പുരകളും ഗോപുരങ്ങളും വലിയ കിടങ്ങുകളും കൂടി തകർന്നു. ഹിമാദ്രിയെപ്പോലെ വലിപ്പമുള്ള ഉടൽ അതിശക്തിയിൽ ലവണാംബുതിയിൽ വൻമുതലകളെയും മത്സ്യങ്ങളെയും സർപ്പങ്ങളെയും താഴ്ത്തിക്കൊണ്ട് അടിത്തട്ടിലെത്തി. ദ്വിജന്മാരുടെയും ദേവന്മാരുടെയും ആരാധിയായ കുംഭകർണൻ ഹതനായത് കണ്ടപ്പോൾ വാനവർ സന്തുഷ്ടരായി ആർത്തുവിളിച്ച ശബ്ദം സർവ്വ അദ്രികളോടും കൂടിയ ഭൂമിയെ തന്നെ ഒന്ന് ചലിപ്പിച്ചു. മഹർഷീന്ദ്രന്മാർ, ദേവഋഷിവര്യന്മാർ, ഉരകങ്ങൾ, അമരന്മാർ, ഭൂതങ്ങൾ, സുപർണൻ, ഗുഹ്യന്മാർ, യക്ഷന്മാർ, ഗന്ധർവന്മാർ എല്ലാവരും അമ്പരതലത്തിൽ നിരന്ന് സന്തുഷ്ടരായി ശ്രീരാമപരാക്രമത്തെ നേരിട്ട് കണ്ട് സ്തുതിച്ചു. അതുല്യമായ കുംഭകർണവധം അസുരന്മാരെ അത്യധികം അഴലിൽ ആഴ്ത്തി. കേസരിയെ കണ്ട ആനകളെപ്പോലെ ശ്രീരാമനെ നോക്കി ഭയതരളിതരായി വിലപിച്ചു. അമരലോകത്തിലെ അന്ധകാരം അകറ്റി രാഹുവിൽ നിന്ന് മുക്തനായ സൂര്യൻ എന്ന പോലെ കവിപ്രവര മധ്യത്തിൽ രഘുവംശദീപം വിളങ്ങി. ഏതൊരാൾക്കും നേരിടാൻ കഴിയാത്ത അത്യുഗ്ര ബലശാലിയായ ശത്രുവിൻ്റെ നിധനം കണ്ട വാനരവീരന്മാർ വികസിച്ച താമരപ്പൂക്കളെ പോലെയുള്ള മുഖത്തോടുകൂടി ത്രിലോകനാഥനായ ശ്രീരാമചന്ദ്രൻ്റെ ചുറ്റും നിന്ന് സ്തുതിച്ചു. ഏതൊരു അടരിലും പാരവശ്യം ഒന്നുമില്ലാത്ത അത്ഭുത ശക്തനായ കുംഭകർണനെ നിഗ്രഹിച്ച ലക്ഷ്മണാഗ്രജൻ വൃതാസുരനെ വധിച്ച ദേവേന്ദ്രനെ പോലെ ആ യുദ്ധക്കള മധ്യത്തിൽ അചിന്ത്യ തേജസ്സോടെ കോദണ്ഡമൂന്നി സഹോദര സമീപത്തിൽ സസന്തോഷം മന്ദസ്മിതം പൊഴിച്ചു നിന്നു. മഹാരഥനായ ശ്രീരാമൻ കുംഭകർണനെ വധിച്ച വർത്തമാനം രാക്ഷസന്മാർ രാവണ സമീപം ചെന്ന്, തമ്പുരാനെ, യമതുല്യനായ അനുജൻ തമ്പുരാൻ മൃതനായി തീർന്നു. വാനര സൈന്യ മധ്യത്തിൽ ചെന്ന് അവരെ ഓടിക്കുകയും ഭക്ഷിച്ചു ഒടുക്കുകയും ചെയ്ത് വിജയിക്കുവാൻ തുടങ്ങിയ അവിടുത്തെ തേജസ് രാമൻ്റെ ഉഗ്രജ്വാലയിൽ കെട്ടടങ്ങി. മാമല തുല്യമായ ശരീരത്താൽ കൊടും സാഗരത്തിനും ശിരസിനാൽ ലങ്ക പ്രവേശന ദ്വാരത്തിനും തടസ്സം ഉണ്ടാക്കിയിട്ടുണ്ട്. കൈകളും കാലുകളും കണ്ഠവും മുറിഞ്ഞ് രക്തമൊഴുക്കിയ അനുജൻ തമ്പുരാൻ കാകുൽസ്ഥ ശരങ്ങളാൽ വിവൃതാംഗനായിട്ടാണ് ഹതനായത്. അഗ്നിയിൽ ചുട്ടരിച്ച വൻവൃക്ഷം പോലെ ഗണ്ഡമേറ്റ് രണാങ്കണത്തിൽ കിടക്കുന്നു. പ്രബലനായ അനുജൻ രാമബാണങ്ങളാൽ കഴുത്തറ്റ വർത്തമാനം കേട്ട ദശവദനൻ ദുഃഖം കൊണ്ടുരുകി മോഹാലസ്യപ്പെട്ടു വീണു. ഇളയച്ചൻ മരിച്ച വർത്തമാനം ദേവാന്തകൻ, നരാന്തകൻ, അതികായൻ, ത്രിശിരസ് എന്നിവർ അറിഞ്ഞ് ഉറക്കെ കരയുക തന്നെ ചെയ്തു. സ്വകർമ്മ കോവിതനായ രാമൻ സഹോദരനെ ഹനിച്ച വിവരം മഹോദരനെയും മഹാപാർശ്വേശ്വരനെയും അഴലാഴിയിൽ ആഴ്ത്തി. വളരെ സമയം വേണ്ടി വന്നു രാക്ഷസ ഋഷഭനായ രാവണന് സുബോധമുണ്ടാകുവാൻ. തൊണ്ടയിടറിക്കൊണ്ടാണ് വാക്കുകൾ പുറപ്പെട്ടത്. വീരനായ പൊന്നനുജ, ശത്രുവർഗത്തെ നശിപ്പിക്കുന്നവനെ, അമേയ ബലവാനായ കുംഭകർണ, നീ എന്നെ ഇങ്ങനെ ഒറ്റയ്ക്കാക്കി പോയല്ലോ. പറ്റലർ പടയെ ഒറ്റയ്ക്ക് തന്നെ ചുട്ടരിക്കുവാൻ കഴിവുള്ള നീ ജ്യേഷ്ഠനെ ഉപേക്ഷിച്ച് യമാലയത്തിലേക്ക് ഗമിച്ചുവോ? ഇന്ന് ഞാൻ ഒന്നും ഇല്ലാത്തവനെ പോലെയായി. എൻ്റെ വലത്തെ കൈ പോയി കഴിഞ്ഞു. ദേവന്മാരെയും ദൈത്യന്മാരെയും എനിക്ക് അല്പവും കൂസൽ ഇല്ലാതിരിക്കുവാൻ നിന്റെ താങ്ങ് മാത്രമാണ് ഉണ്ടായിരുന്നത്.
ഇത്രയും വീരനായവൻ, ദേവാസുരന്മാരുടെ മതം ശമിപ്പിച്ചവൻ, കാലാഗ്നിക്ക് സദൃശനായവൻ വെറുമൊരു മനുഷ്യനാൽ, രാമനാൽ ഹതനായെന്നോ? ഇടുത്തി കൂടി നിനക്ക് ഒരിക്കലും ആപത്ത് ഉണ്ടാക്കിയിട്ടില്ല. നീ രാമശരമേറ്റ് മണ്ണിൽ വീണുവെന്നോ? അനുജ, നിന്റെ വധം കണ്ട് അതിസന്തോഷത്തോടു കൂടിയ അമരന്മാർ ഋഷിവര്യന്മാരും ഒന്നിച്ച് അമ്പരതലത്തിൽ നിന്നിതാ അത്യുച്ചത്തിൽ ആർക്കുന്നു. ഈ തക്കത്തിൽ വാനരന്മാർ ലങ്കാനഗരിയിലേക്ക് ആനന്ദത്തോടെ കടക്കുകയായി. ഇന്നുവരെ ഏതു ജീവിക്കും ദുഷ്പ്രാപ്യമായിരുന്ന ലങ്കയിൽ ഇഷ്ടം പോലെ ആർക്കും കടക്കാറായി. എന്തിനാണ് എനിക്ക് വലിയ സാമ്രാജ്യം? എന്തിനാണ് സീത? എൻ്റെ അനുജൻ കുംഭകർണ വിയോഗത്താൽ ജീവിക്കുവാൻ തന്നെ തോന്നുന്നില്ല. യുദ്ധത്തിൽ തമ്പിയെ നിഗ്രഹിച്ച് രാമനെ കൊല്ലാതിരുന്നാൽ ഞാൻ മരിക്കുകയാണ് ഉത്തമം. ഈ പാഴ്ജീവിതം കൊണ്ട് എന്താണൊരു ഫലം? ഇപ്പോൾ തന്നെ ഞാൻ അനുജനുള്ള സ്ഥലത്തേക്ക് പോവുകയാണ്. സഹോദരന്മാരില്ലാത്ത ക്ഷണം പോലും ജീവിച്ചിരിക്കുവാൻ എനിക്ക് സാധ്യമല്ല. മുമ്പ് ചെയ്ത ദ്രോഹങ്ങളോർത്ത് ദേവന്മാർ എന്നെ കണ്ടാൽ കൈ കൊട്ടിച്ചിരിക്കും. എൻ്റെ കുംഭകർണ, നീ ഇല്ലാത്ത ഞാൻ എങ്ങനെയാണ് ഇന്ദ്രനെ ജയിക്കുവാൻ സമർത്ഥനാവുക? ഈ വന്നത് മുഴുവൻ വിഭീഷണൻ പറഞ്ഞിരുന്നു. കഷ്ടം, അഗ്നനായ ഞാൻ മാന്യനായ വിഭീഷണന്റെ വാക്കുകളെയും കേട്ടില്ലല്ലോ. കുംഭകർണനും പ്രഹസ്തനും ഇങ്ങനെ ഘോരനാശം സംഭവിച്ചതിനാൽ വിഭീഷണനെയും വാക്കുകളെയും ഓർക്കുമ്പോൾ ലജ്ജ തോന്നുന്നു. സദ്ധർമ്മശ്രീയോടുകൂടിയ വിഭീഷണനെ അന്ന് നിഷ്കരുണം തള്ളിക്കളഞ്ഞതിൻ്റെ മിതമായ ഫലമാണ് ഇപ്പോൾ വന്നു ചേർന്ന ഈ സങ്കടം. ഇന്ദ്രാരിയായ രാക്ഷസ പ്രമുഖൻ കുംഭകർണന്റെ നിര്യാണമറിഞ്ഞ് ഹൃദയം കലങ്ങിയ ഭക്തികന്ധരൻ വെറുമൊരു സാധാരണക്കാരനെ പോലെ പലതും പറഞ്ഞ് ഏറെ നേരം വിലപിച്ചു. ദുരാത്മാവായ രാവണൻ ഉള്ളുരുകി കരയുന്നത് കേട്ട ത്രിശിരസ് സമാശ്വസിപ്പിച്ചു. ഞങ്ങളുടെ ഇളയച്ചൻ വീരനായ കുംഭകർണൻ പരലോകപ്രാപ്തനായി. എന്നാൽ അവിടുത്തെ പോലെയുള്ള ഉത്തമ പുരുഷന്മാർ ഇങ്ങനെ കരയുന്നത് ശരിയല്ല. 3 ലോകവും വിജയിക്കുവാൻ അവിടുന്ന് ഒറ്റയ്ക്ക് വിചാരിച്ചാൽ മതി. അത്രമാത്രം കെൽപ്പുണ്ടല്ലോ. എന്നിട്ടും വെറുമൊരു സാധുവിനെ പോലെ കരയുവാൻ കാരണമെന്ത്? ബ്രഹ്മദത്തമായ വേൽ അവിടുത്തെ കയ്യിലുണ്ട്. ഏതൊരുവനും അജയ്യമായ വരായുധമല്ലേ അത്? വില്ലും അമ്പുകളും പോർച്ചട്ടയും 1000 കുതിരകളെ പൂട്ടുന്നതും ഇടിനാദം മുഴക്കുന്നതുമായ ദിവ്യരഥവുമുണ്ട്. നിശിതങ്ങളായ ആയുധങ്ങളാൽ അനേകം തവണ അവിടുന്ന് അമരന്മാരെ വിജയിച്ചിട്ടില്ലേ? സർവശസ്ത്രാസ്ത്രവിഘ്നനായ നിന്തിരുവടിക്ക് രാമനെ കീഴടക്കുവാൻ പ്രയാസമോ? എന്നാൽ മഹാരാജാവേ, അവിടുന്ന് ഇവിടെ ഇരുന്നാൽ മതി. ഗരുഡൻ സർപ്പങ്ങളെ എന്ന പോലെ അവിടുത്തെ അരികളെ നിശേഷം നശിപ്പിക്കുവാൻ ഞാനിതാ പോവുകയായി. ദേവേന്ദ്രൻ ശംഭരനെ പോലെ, മഹാവിഷ്ണു നരകനെ പോലെ ഞാൻ ഇന്ന് രാഘവനെ ഉഗ്രയുദ്ധത്തിൽ നിഗ്രഹിക്കും. സംശയിക്കേണ്ട. തനിക്ക് പുനർജന്മം കിട്ടിയതുപോലെയുള്ള സന്തോഷം ത്രിശിരസിൻ്റെ വാക്കുകളാൽ രാക്ഷസാധിപന് ഉണ്ടായി. കാലോചിതനായ രാവണൻ ആനന്ദിച്ചു. ത്രിശിരസിൻ്റെ വാക്കുകൾ കേട്ട ദേവാന്തകനും നരാന്തകനും തേജസ്വിയായ അതികായനും യുദ്ധത്തിൽ ഇമ്പമോടെ ഞാൻ എന്ന് പറഞ്ഞ് പുറപ്പെട്ടു. രാവണന്റെ പുത്രന്മാരായ ഇവർ ഒരുപോലെ വീരന്മാരും ഇന്ദ്രതുല്യ പരാക്രമികളും ആകാശത്തിൽ കൂടി സുഗമമായി സഞ്ചരിക്കുവാൻ കഴിയുന്നവരും മായകളെല്ലാം അറിയുന്നവരും അമരവരന്മാരുടെ അഹങ്കാരം അടക്കിയവരും അതുല്യ യുദ്ധത്തിൽ കൂടി ദുർമതമാർന്നവരും അതിശക്തന്മാരും അതിയശസ് സമ്പാദിച്ചവരും ഒരൊറ്റ യുദ്ധത്തിലും തോറ്റു എന്ന് കേൾക്കാത്തവരും ഗന്ധർവ കിന്നര മഹാനാഗങ്ങൾ ഒത്തുവന്നാലും അടരാടാൻ കഴിവുള്ളവരും അസ്ത്രശസ്ത്ര പ്രയോഗങ്ങളിൽ അതീവ പടുക്കളും മഹാവിഘ്നന്മാരും പലതരത്തിലുള്ള ദിവ്യവരങ്ങൾ സമ്പാദിച്ചവരും ബാലാദിത്യ പ്രഭയാർന്നവരും ഏതു തരത്തിലുള്ള ശത്രുക്കളെയും വിജയിക്കുന്നവരുമാണ്. ഉഗ്രധാനവന്മാരുടെ വീര്യമടക്കുന്ന നിലിംബരാൽ ആവൃതനായ അമരേശ്വരനെ പോലെ ആത്മജന്മാരാൽ ചുറ്റപ്പെട്ട അസുരേന്ദ്രൻ തേജസ്വിയുന്നു. തനയന്മാരെ സസ്നേഹം ഗാഢാലിംഗനം ചെയ്ത് മേക്കോപ്പുകളെല്ലാം അണിയിച്ച് ശോഭനങ്ങളായ ആശുസുകൾ അരുളി ചെയ്ത് ലോകോപദ്രവകാരിയായ രാവണൻ യുദ്ധത്തിന് അനുവാദമേകി. കുമാരന്മാരുടെ രക്ഷയ്ക്ക് യുദ്ധോത്തമന്മാർ മത്തൻ എന്നീ സഹോദരന്മാരെയും സ്നേഹസമ്പൂർണനായ ആ പിതാവ് കൂടെ അയച്ചു. ശേഷം ചരിതം നമുക്ക് അടുത്ത ഭാഗത്തിലൂടെ കാണാം. ഗുരുപാദങ്ങളിൽ സാഷ്ടാംഗ പ്രണാമത്തോടെ നമസ്കാരം.